നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാര് ഇടക്കിടക്ക് ഏതെങ്കിലും ഒരു ഭാര്യയുടെ വീട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമായിരുന്നു. ആ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവർക്കിടയിൽ ഒരു മത്സരം സംഘടിപ്പിച്ചിരുന്നു. എന്താ മത്സരം എന്ന് വെച്ചാൽ, മുമ്പിലുള്ള ഒരു ചുമരിൽ അവരിങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് വെക്കും എല്ലാവരും ഒരുമിച്ച്. എന്നിട്ട് ആരുടെ കൈയാണ് ഏറ്റവും നീളമുള്ള കൈ എന്നവരിങ്ങനെ നോക്കും. ആരുടെ കൈയാണോ ഏറ്റവും നീളമുള്ള കൈ അവൾ വിജയിക്കും. അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കും, ആഹ്ലാദിക്കും, ബാക്കിയുള്ളവരുടെ മേൽ ഫഖർ നടിക്കും, അഭിമാനിക്കുകയൊക്കെ ചെയ്യും. എന്തായിരുന്നു കാരണം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, അസ്റഉകുന്ന ലുഹൂകൻ ബി അത്വലുകുന്ന യദ. എന്റെ വഫാത്തിന് ശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് വന്നു ചേരുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നീളമുള്ള കൈയിന്റെ ഉടമയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഇവർ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ഈ മത്സരം വെക്കുമായിരുന്നു. ആ മത്സരത്തിൽ ജയിക്കുന്ന ആൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിന്റെ പേരിലാണ് ഇവർ സന്തോഷിക്കുന്നത്? ഒരാളുടെ കൈ നീളമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇന്നോ നാളെയായിട്ട് അയാൾ മരിക്കുന്നല്ലേ? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരിക്കാൻ പേടിയേ ഇല്ലായിരുന്നു, ജീവിക്കാനുള്ള ഒരു കൊതിയില്ല. അവർക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും മരിച്ചിട്ട് നമ്മുടെ മാപ്പിളയുടെ കൂട്ടത്തിൽ ചെന്ന് ചേരണമെന്ന് മാത്രം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു പെർഫെക്റ്റ് ഭർത്താവിന്റെ, ഒരു കംപ്ലീറ്റ് ഹസ്ബൻഡിന്റെ വിജയം നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ ഭർത്താക്കന്മാരെ നമ്മൾ മാതൃകയാക്കേണ്ടത്. അവസാനം ആരാന്നറിയോ ആദ്യം മരിച്ചത് സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ആയിരുന്നു മരണപ്പെട്ടത്. അപ്പോൾ നബി തങ്ങളുടെ ഭാര്യമാരെ നോക്കുമ്പോൾ അവരൊരു ചെറിയ സ്ത്രീയാണ്, കൈ നീളമുള്ള സ്ത്രീയൊന്നും അല്ല. അധികവും നടത്തിയിരുന്ന മത്സരത്തിൽ വിജയിച്ചിരുന്നത് സൗദ ബിൻത്ത് സമഅ റളിയല്ലാഹു അൻഹ. അവരല്ല മരിച്ചതാരാ? സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ് മരിച്ചത്. അപ്പോഴാണ് ഭാര്യമാർക്ക് നബി തങ്ങൾ പറഞ്ഞ അത്വലുകുന്ന യദൻ, നീളമുള്ള കൈ എന്നതിന്റെ അർത്ഥം മനസ്സിലായത്. അതുകൊണ്ട് റസൂൽ ഉദ്ദേശിച്ചത് കൈയിന്റെ വലിപ്പവും ചെറുപ്പവും ആയിരുന്നില്ല, മറിച്ച് അവർ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന സ്ത്രീയായിരുന്നു എന്ന കാര്യമായിരുന്നു റസൂൽ ഉദ്ദേശിച്ചത്. കാരണം സൈനബ് റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്, അവർ വീട്ടിൽ സാധനങ്ങൾ സ്വന്തം കൈകൊണ്ട്, ഭക്ഷണവും മറ്റുമൊക്കെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചിട്ട് അതിനെ ഭയങ്കരമായിട്ട് സദഖ ചെയ്യുമായിരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതെന്ന് അവർക്കപ്പം മനസ്സിലായി.